Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor in Commerce, Kerala PSC, Module Wise Analysisലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊഡ്യൂൾ നമ്പർ 5ലെ പെനട്രേഷൻ ആൻഡ് സ്കിമ്മിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആണ്. സോ കണ്ടിന്യൂഷൻ ആയിട്ട് പ്രൈസിംഗ് ഡിസിഷനിൽ നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ഒരു അനാലിസിസ് ആണ് പാരിറ്റോ അനാലിസിസ്. വിൽഫ്രെഡോ പാരിറ്റോ ആണ് ഇതിന്റെ, അല്ലെങ്കിൽ ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡോ പാരിറ്റോ ആണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇക്കണോമിസ്റ്റ് ആണ് 19th സെഞ്ചുറിയിലത്തെ. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സിലബസിലെ പ്രൈസിംഗ് ഡിസിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അബൌട്ട് പാരിറ്റോ അനാലിസിസ്. സോ നമുക്ക് അതിന്റെ കൺസെപ്റ്റിലോട്ടും ദെൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. സോ പാരിറ്റോ ആ വ്യക്തി 19th സെഞ്ചുറിയിലത്തെ ഇക്കണോമിസ്റ്റ് ആണെന്ന് പറഞ്ഞു. സോ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, തിയറി കോൺട്രിബ്യൂഷൻ ആണ് 80:20. ദാറ്റ് മീൻസ് 80%ഉം 20%ഉം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. സോ ആള് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് മിലാൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് 80% ഓഫ് എന്താണ് വെൽത്ത്, ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ 80% ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് 20% ആൾക്കാരിലാണ് 80% വെൽത്തും ഉള്ളത്. ഇതാണ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ, മിലാൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ 80% വെൽത്ത്, 80% വെൽത്ത് 20% ആൾക്കാരിലാണെന്ന് പറയണം. സോ ആ ഒരു കൺസെപ്റ്റ് ആണ് 80:20 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമുക്കിവിടെ പ്രൈസിംഗ് ഡിസിഷനിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വെക്കുമ്പോൾ ദെൻ അത് മാത്രമല്ല നമ്മളുടെ ടാർഗറ്റഡ് ഗ്രൂപ്പ് കസ്റ്റമേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ഈ പറയുന്ന കൺസെപ്റ്റ് അത്രത്തോളം യൂസ്ഫുൾ ആവുന്നതാണ് 80:20. ബിക്കോസ് നമ്മൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് പ്രോഡക്റ്റിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ പറയുന്ന കൺസെപ്റ്റിലൂടെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താണ് 80% വെൽത്ത് എന്ന് പറഞ്ഞാൽ 20% ആൾക്കാരിലാവുമ്പോൾ ആ ഏരിയയിലുള്ള ഒരു ബിസിനസ് മാൻ നാച്ചുറലി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആരിലാണ്, ഈ 20% ആൾക്കാരിലാണ്. ദെൻ ബാക്കി എന്താണ് 20% വെൽത്ത് 80% ആൾക്കാരിലാണ് നിൽക്കുന്നതെന്ന് പറയണത്. ദാറ്റ് മീൻസ് എന്താ, നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന ടോട്ടൽ 100 രൂപയില് 80 രൂപ എന്ന് പറയുന്നത് കിട്ടുന്നത് 20% ആൾക്കാരിൽ നിന്നാണ്. ദെൻ ബാക്കി 20% വെൽത്ത് കിട്ടുന്നത് 80% ആൾക്കാരിൽ നിന്നാണ്. സോ ഒരു ബിസിനസ് മാൻ നാച്ചുറലി ഏത് പെർസെന്റേജിലാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനെയാണ് അപ്പൊ നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യേണ്ടവരാ, ഈ 20% ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 80% നമ്മുടെ വെൽത്ത് അവിടെ നിന്നാണ് അത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ വെൽത്ത് കൂട്ടാൻ സാധിക്കും. 80% ആൾക്കാരിൽ നിന്ന് നമുക്ക് എത്ര വെൽത്തേ കിട്ടുന്നുള്ളൂ, 20 കിട്ടുന്നുള്ളൂ. സോ ദിസ് കൺസെപ്റ്റ് ഈസ് നോൺ ആസ് എന്താണ്, പാരിറ്റോ കൺസെപ്റ്റ് അല്ലെങ്കിൽ പാരിറ്റോ അനാലിസിസിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. ദാറ്റ് മീൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് എവിടെ നിന്നാണ് ആ ഒരു ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള. സോ കമ്പയർ ടു പ്രൈസിംഗ് ഡിസിഷൻ, ഈ ഒരു കൺസെപ്റ്റ് പ്രൈസിംഗ് ഡിസിഷനിലോട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഒന്നിലധികം പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അല്ലെ ഒരു 10-12 പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. സോ അവർക്ക് എസ്പെഷ്യലി സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഡക്ട്സ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. എന്താണ് സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അത്രത്തോളം നമ്മൾ ടൈം എടുത്ത് ടെക്നോളജി യൂസ് ചെയ്ത് അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ അത്രത്തോളം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ഏത് ഗ്രൂപ്പിനാണ് പോകുന്നത്, ദെൻ അവരൊക്കെ എത്ര പ്രൈസ് വെച്ചാലാണ് നമുക്ക് തിരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുക. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന 80:20 എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒന്നിലധികം മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് കൊടുക്കുന്ന സമയത്ത്
ഏത് പ്രോഡക്ട്സിന്റെ പ്രൈസ് ഫിക്സേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ എന്നുള്ള ഒരു ഡിസിഷൻ ടോപ്പ് മാനേജ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. എന്താണ്, ടോട്ടൽ ഒരു സ്ഥാപനത്തില് ഒരു 12 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതില് ചിലപ്പോ ഒരു എന്താണ് 80% പ്രോഡക്റ്റ് ആയിരിക്കും അല്ലെ, അതിലൊരു 20% ഇതിന്റെ ഒരു 20% പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് 80% എന്താണ് ഇൻകം തരുന്നത്. സോ നാച്ചുറലി വി മസ്റ്റ് വാണ്ട് ടു കോൺസെൻട്രേറ്റ് എന്താണ് ഈ 20% പ്രോഡക്റ്റിന്റെ പ്രൈസ് ഡിറ്റർമിനേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് പാരിറ്റോ അനാലിസിസ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ബാലൻസ് എന്താണ് 80% പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷേ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടെന്നല്ല പറയണ, ബട്ട് നമ്മൾ ഇതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ ഇൻകം കൂടുതൽ വരുന്ന അവിടെ നിന്നാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെൽത്ത് കൂട്ടാൻ സാധിക്കും. ബാക്കിയുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടെന്നല്ല പറയണത്, അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോവർ ലെവൽ മാനേജേഴ്സിനോ മറ്റ് എന്താണ് നമ്മൾ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്നൊക്കെ ഒരു കൺസെപ്റ്റ് പറയാറുണ്ട്. ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലത്ത് അല്ലെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ പോലെ ബാക്കിയുള്ളത് ലോവർ ലെവൽ മാനേജേഴ്സിന് കൊടുക്കാം. അത്രത്തോളം എന്താണ് കുറച്ചും കൂടി നമുക്ക് ഈ പറയുന്ന ഏരിയയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. നാച്ചുറലി നമ്മുടെ വെൽത്ത് കൂട്ടാൻ അവിടെ സഹായിക്കുന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദി സിമ്പിൾ കൺസെപ്റ്റ് ഓഫ് എന്താണ് പാരിറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റ് എത്രയാണെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വെൽത്ത് ഉണ്ടാക്കുന്നത് എത്രയായിരിക്കും, 20% ആയിരിക്കും പലപ്പോഴും. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ബാക്കി 80% എന്ന് പറയുന്നത് താഴെയുള്ള ലോവർ ലെവൽ എക്സിക്യൂട്ടീവ്സിനോ മറ്റ് അവർക്കൊക്കെ എന്ത് ചെയ്യാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അവർക്ക് പ്രൈസ് ഡിറ്റർമിനേഷൻ അതല്ലെങ്കിൽ അതിനെ അത്രത്തോളം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക, അതല്ലെങ്കിൽ ലോവർ ലെവൽ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് സിംപ്ലി പാരിറ്റോ അനാലിസിസ്. എല്ലാവർക്കും കൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് എവിടെയും അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ പ്രൈസിങ് ഡിസിഷനിലത്തെ കാര്യമാണ് പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞു 80% വെൽത്ത് കിട്ടുന്ന 20% കസ്റ്റമേഴ്സിന്റെ ആണെങ്കിൽ നമ്മൾ ആ 20% കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എക്സാമിനേഷൻ ആണെങ്കിലും നമുക്ക് 100 മാർക്സില് ഇപ്പൊ നമുക്ക് എന്താണ് 20% ഏരിയ നോക്കിണെങ്കിൽ 80% മാർക്ക് കിട്ടുമെങ്കിൽ നമ്മൾ അതല്ല നോക്കാം. അതിനാണ് നമ്മൾ എപ്പോഴും പറയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന്, അല്ലെങ്കിൽ സ്മാർട്ട് സ്റ്റഡി എന്ന് പറയില്ലേ, അതിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. ടോട്ടൽ സിലബസിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്തായാലും എക്സാമിന് ചോദിക്കും. സോ ആ ഏരിയ കൂടുതൽ പഠിച്ച ഒരു കുട്ടി സ്മാർട്ടായിട്ട് പഠിച്ചു, അവൻ മാർക്ക് സ്കോർ ചെയ്തു. ദി സെയിം സംഭവം തന്നെയാണ്, സ്മാർട്ട് വർക്കാണ് ഇവിടെ ആര് പറയണത്, പാരിറ്റോ പറയുന്നത്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു തിയറി എന്താണ് ഷോർട്ട് മാർക്സ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടിയെന്നിരിക്കും. അപ്പൊ ആപ്ലിക്കേഷൻസ് നമ്പർ 1 helps the top management to delegate pricing decisions to different levels of management on the basis of 80:20 rule. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞേ, എന്താണ് ഏറ്റവും കൂടുതൽ വെൽത്ത് കിട്ടുന്ന 80% ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗ്രൂപ്പ് 20% കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആയിരിക്കും. അപ്പോൾ പ്രൈസിങ് ഡിസിഷനിലോട്ട് പോകുമ്പോൾ ആ 20% പ്രോഡക്റ്റ് അതിന്റെ പ്രൈസിങ് ഡിസിഷനെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനെ ടൈം സ്പെൻഡ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ലോവർ ലെവലിലേക്ക് പോവാം. അതാണ് ഡിഫറെന്റ് ലെവൽസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് നമ്പർ 1 ആപ്ലിക്കേഷൻ. പ്രൈസിങ് ഡിസിഷൻ ടോട്ടൽ പ്രോഡക്റ്റില് 20% പ്രോഡക്റ്റ് ടോപ്പ് ലെവലും ബാക്കിയുള്ളത് ലോവർ ലെവലിന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ വെൽത്ത് ജനറേഷന്റെ ബേസിലാണ് ആ ഒരു ഡിഫറൻഷിയേഷൻ വരുന്നത്. നമ്പർ 2 helps a firm to control most monetary investments in stock. That means എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇങ്ങനൊരു അനാലിസിസ് നടത്തുന്ന സമയത്ത് എന്താ firm helps a firm to control most monetary investment. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധിക്കും. എവിടെ കോൺസെൻട്രേറ്റ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് firm to control most monetary investment in stock. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റിട്ടേൺ കിട്ടുക, ആ സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ് കൺട്രോൾ ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ പാരിറ്റോ അനാലിസിസ്. Then number 3 helps in monitoring and controlling those cost drivers that cause most cost
and a better control and understanding of overheads will be obtained. എന്താണ് ഏത് ഏരിയയിലാണ് കോസ്റ്റ് കൂടുതൽ വരുന്നത്, കോസ്റ്റ് എവിടെയാണ് എന്താണ് കൺട്രോൾ ആക്കണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് ഈ പറയുന്ന പാരിറ്റോ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ അതിലൂടെ നമുക്ക് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞേ ഏത് ഏരിയ ആണെന്നുള്ളത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഏതാന്നുള്ളത് 80% 20 ഇത് എവിടെയും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ പ്രൈസിംഗ് ഡിസിഷന്റെ കാര്യമാണ് പറയുന്നത് മാത്രം. ആണ് ഹെൽപ്സ് ഇൻ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ദോസ് കോസ്റ്റ് ഡ്രൈവേഴ്സ്, കോസ്റ്റ് സെന്റേഴ്സ് that cause most cost എവിടെയാണ് അത് കൂടുതൽ സംഭവിക്കുന്നത്, and better control എവിടെയാണ് ആവശ്യം, and understanding of overheads will be obtained. Okay, അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ മനസ്സിലാക്കാൻ സാധിക്കും. Number 4, most of the problems can be solved with a single action. That single action എന്താ, എവിടെയാണ് നമ്മൾ നോക്കണ്ടേ, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റ ആക്ഷനിലൂടെ നമുക്ക് ഭൂരിഭാഗം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്മാർട്ട് സ്റ്റഡി എന്ന് കുട്ടികളുടെ അടുത്ത് പറയണ ആ സെയിം കാര്യം തന്നെയാണ്. എവിടേക്ക് നോക്കണം അവിടേക്ക് നോക്കി അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും ഒറ്റ ആക്ഷനിലൂടെ. And last point, helpful in allocating financial, physical and human resources effectively. So ഈ ഒരു അനാലിസിസിലൂടെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, എവിടെ കറക്റ്റ് ആയിട്ട് റിസോഴ്സസ് അപ്ലൈ ചെയ്താലാണ് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുക. സോ എന്താണ് ഇതിലൂടെ ഫിനാൻഷ്യൽ, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഇഫക്റ്റീവ്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അതിലൂടെ നമ്മുടെ വെൽത്ത് കൂട്ടാനും സാധിക്കുന്നതാണ്. സോ ദിസ് ഇസ് സിംപ്ലി എന്താണ് പാരിറ്റോ അനാലിസിസ്. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് അത് നമ്മുടെ എന്താണ് ഒരു ബിസിനസ്സിൽ പ്രൈസിങ് ഡിസിഷൻസിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞേ, ടോട്ടൽ നമുക്കൊരു മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ടോട്ടൽ ഒരു 10 പ്രൊഡക്റ്റിൽ ചിലപ്പോൾ 2 or 3 പ്രൊഡക്റ്റ് ആയിരിക്കും, 2 പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 2 പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് 80% വെൽത്ത് തരുന്നെങ്കിൽ ആ 2 പ്രോഡക്റ്റിന്റെ പ്രൈസിങ് ഡിറ്റർമിനേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി 8 പ്രോഡക്റ്റ് ആകൂട്ടിട്ട് നമുക്ക് തരുന്നത് ചിലപ്പോൾ എന്തായിരിക്കും 20% വെൽത്ത് ആയിരിക്കും. അപ്പോൾ അത് ലോവർ ലെവൽ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് സിംപ്ലി ദിസ് കൺസെപ്റ്റ്. സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.